പാർവതി, പാർവതി, ആരാ? മോളെ പുറത്തേക്ക് വരൂ. ആരാ? പുറത്തേക്ക് വരൂ മോളെ. എവിടെയാ? പാർവതി, ഇങ്ങോട്ട് വരൂ. പാർവതി, ഇങ്ങോട്ട് വരൂ. എന്താണ് ഇങ്ങനെ നോക്കുന്നത്? മോള് വിളിച്ചിട്ടല്ലേ അമ്മ വന്നത്? മലയാളം അറിയോ? അമ്മയ്ക്ക് ഈ ലോകത്തെ എല്ലാ ഭാഷയും അറിയാം. അപ്പൊ അമ്മ പാൻ ഇന്ത്യൻ അല്ലേ? പാൻ ഇന്ത്യൻ അല്ല, പാൻ യൂണിവേഴ്സ്. ആട്ടെ, മോൾ എന്തിനാണ് അമ്മയെ വിളിച്ചത്? എനിക്ക് ഒരുപാട് വിഷമങ്ങളുണ്ടമ്മ. വിഷമങ്ങളോ? പറഞ്ഞോളൂ. എനിക്ക് പഠിക്കണ്ട, അതെന്റെ ആദ്യത്തെ വിഷമം. പഠിക്കണ്ടേ? പഠിത്തം സരസ്വതി ദേവിയല്ലേ, പഠിച്ചാലല്ലേ നന്നാവൂ. അതുകൊണ്ട് അത് പറ്റില്ല. വേറെ ആഗ്രഹം പറഞ്ഞോളൂ. എന്റെ സ്കൂളൊന്ന് ബോംബിട്ട് തകർക്കോ? ബോംബിട്ട് തകർക്കോ? സ്കൂളോ? അയ്യോ, അതൊരു സരസ്വതി ക്ഷേത്രമല്ലേ, അതങ്ങനെ തകർക്കാൻ പറ്റുമോ? കുഞ്ഞുങ്ങൾക്ക് വിദ്യ പകരുന്നതല്ലേ, അത് പറ്റില്ല. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. എന്നെ അനുഗ്രഹിക്കോ? എന്നെ മാത്രമല്ല, ഇവിടെ ഉള്ളവരെല്ലാം. ഉറപ്പായും എൻ്റെ കുഞ്ഞിന് എല്ലാ അനുഗ്രഹങ്ങളും. നീനാൾ വാഴട്ടെ, ആയുരാരോഗ്യ സൗഖ്യത്തോടെ വളർന്നു വരിക. പാർവതി, ഇനി ആരെയാണ് അനുഗ്രഹിക്കേണ്ടത്? വിളിക്കട്ടാ? വിളിച്ചോളൂ. എന്നെ അനുഗ്രഹിക്കണം. എന്നെ ഒന്നും ചെയ്യല, ഞാൻ ഒരു പഞ്ചപാവമാണ്. നീ ഒരു പാവമാണെന്ന് നമുക്കറിയാം, പക്ഷേ നിനക്ക് പണത്തിനോടുള്ള ആർത്തി കൂടുതലാണ്. അത് പിന്നെ അമ്മ കച്ചവടമല്ലേ, അങ്ങനെയൊക്കെ ആയാലേ പറ്റുള്ളൂ. ഒന്ന് കച്ചവടം ഒന്ന് നല്ല രീതിയിൽ പോയാൽ മതി, അതിനുള്ള അനുഗ്രഹം ഉണ്ടാകണം. എല്ലാ അനുഗ്രഹങ്ങളും തഥാസ്തു. തഥാസ്തു പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. ചോദിക്കാമോ? ചോദിച്ചോളൂ. എൻ്റെ വസ്തുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ? ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെതായ സമയത്ത് അത് നടക്കും. ഇപ്പോൾ നടക്കൂല, സമയം വരട്ടെ. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്. പാർവതി, ഇനി ആരെയാണ് അനുഗ്രഹിക്കേണ്ടത്? ശിവാൻ ചേച്ചി, കേശടാ. കേശു, ശിവാനി, നിങ്ങൾ രണ്ടാളും നല്ല കുട്ടികളാണ്. നിങ്ങൾക്ക് നല്ലതേ വരൂ. എല്ലാ അനുഗ്രഹങ്ങളും. പരസ്പര സ്നേഹത്തോടെ വാഴണം. ஓ அம்மா, அம்மைக்கு இந்த முகம் ஞாபகம் இருக்கா? நான் மதுரை மீனாட்சி அம்மன் கோவில் வந்து போயிட்டே பார்த்துட்டேன் உங்களை. എനിക്ക് നല്ല ஞாபகம் இருக்கு. പക്ഷേ കേശു, இந்த மாதிரி പക്ഷേ കേശു, ഞാൻ തെറ്റ് വല്ലതും ചെയ്തോ? മോനെ കേശു, അലീന ഫ്രാൻസിസ് നിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അമ്മ കണ്ട, ഞാൻ എപ്പോഴും പറയും അമ്മ, അവൻ കേൾക്കത്തേ ഇല്ല. അമ്മ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം അവനെ, കേട്ടോ? അമ്മ അനുഗ്രഹിക്കണം. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും. പാർവതി, ഇനി ആരെയാണ് അനുഗ്രഹിക്കേണ്ടത്? അമ്മായി കൂയി. അമ്മായിയെ കൂയിനോ? കുറച്ച് റെസ്പെക്റ്റോടെ വിളിക്കണം പാർവതി. സോറി അമ്മായി. അമ്മ, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും. മോളെ കണ്ടിട്ട് എന്തോ പ്രശ്നമുള്ളതുപോലെ ഉണ്ടല്ലോ. എന്തോ പ്രശ്നമല്ലമ്മ, നല്ല പ്രശ്നമുണ്ട്. ഇടയ്ക്ക് വെച്ച് കിളി അങ്ങ് പോവും. ഞാൻ അവിടെ വന്നപ്പോൾ പറഞ്ഞായിരുന്നു. ആ, എനിക്ക് ஞாபகம் இருக்கு. അത് ഈ കുട്ടിയാണല്ലേ? അതാണ് ഈ കിളി. മോളെ പേടിക്കണ്ട, എല്ലാം ശരിയാവും.
ഈ ചായക്കട തുടങ്ങുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും, പക്ഷെ പേടിക്കേണ്ട, അമ്മ കൂടെ ഉണ്ടാവും. അമ്മ ചായക്കടയല്ല, റെസ്റ്റോറൻ്റ് ആണ്. അവിടെ ചായ വയ്ക്കൂലേ? പാർവതി, ഇനി ആരെയാണ് അനുഗ്രഹിക്കേണ്ടത്? കടയിലത്തെ അമ്മുമ്മ. വിളിക്കൂ. അമ്മുമ്മേ, അമ്മുമ്മേ. അമ്മുമ്മ വരുമ്പഴേ ചെറുതായിട്ട് വിരട്ടണേ. ഓ, എനിക്ക് ഓർമ്മയുണ്ട്. അയ്യോ അമ്മേ, അമ്മയെ ഒന്ന് കാണാൻ ഞാൻ കാത്തിരിക്കുമായിരുന്നു. അയ്യോ അമ്മ എന്തോ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നേ? നീ പാർവതിയെ വിരട്ടുമല്ലേ? പേരക്കുട്ടി എന്റെ പാറക്കുട്ടിയാ. എന്ത്? അയ്യോ, പാറക്കുട്ടി എന്റെ പേരക്കുട്ടിയാ. പക്ഷെ നീ അവളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? ഇല്ല, ഇനി ബുദ്ധിമുട്ടിക്കത്തില്ല. നീ പാറക്കുട്ടിയെ പേടിപ്പിക്കോ? ഇല്ല. നീ ആവശ്യമില്ലാതെ വഴക്ക് പറയോ? ഇല്ല. നീ അവളെ ഉപദ്രവിക്കോ? ഇല്ല, ഇല്ലേ ഇല്ല. ഇനി നീ ഉപദ്രവിച്ചാൽ എന്റെ അമ്മുമ്മ ഒന്നും ചെയ്യല്ലേ, അമ്മുമ്മ പാവാണേ, ഒന്നും ചെയ്യല്ലേ. അയ്യോ മധുര മീനാക്ഷി അമ്മേ, അമ്മുമ്മ ഒന്നും ചെയ്യല്ലേ. അയ്യോ മധുര മീനാക്ഷി അമ്മേ, അമ്മുമ്മ ഒന്നും ചെയ്യല്ലേ, അമ്മുമ്മ പാവാണേ. അയ്യോ സ്വപ്നായിരുന്ന. എന്താടി പറ്റേ? ചെറിയൊരു സ്വപ്നം കണ്ടത്. ചെറിയൊരു സ്വപ്നം കണ്ടേന്ന്. ഇപ്പൊ എനിക്ക് കൊറേ ആയി കേട്ടോ സ്വപ്നം കാണല്. കയറി കിടന്ന് ഉറങ്ങും വെച്ചേ. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593 829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.